നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, നിങ്ങൾ നിസ്കരിക്കാതിരുന്നാൽ അള്ളാഹു ചോദിക്കേണ്ട നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ള പ്രാർത്ഥന അള്ളാഹുവിനോട് എന്ത് മാത്രമാണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, എന്നെ നീ മുസ്തഖീമായ വഴിയിലൂടെ നീ ചലിപ്പിക്കണമേ, ചൊവ്വായ മാർഗത്തിലൂടെ നീ ചലിപ്പിക്കണമേ എന്നാണ് അള്ളാഹു ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല ദുആകളും നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ സുബ്ഹി നിസ്കാരത്തിൽ ഒരു ദുആ ചെയ്യുക, ളുഹർ നിസ്കാരത്തിൽ മറ്റൊരു ദുആ നടത്തുക, അസ്റിൽ വേറൊരു ദുആ ചെയ്യുക എന്ന് അല്ലാഹുവിനെ കൽപ്പിക്കാമായിരുന്നു. ഇങ്ങനെ പല നിസ്കാരങ്ങളിൽ പല ദുആ എല്ലാം അല്ലാഹു തആല നമ്മോട് പറയാൻ ആവശ്യപ്പെട്ടത്. എപ്പോൾ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിലും നിസ്കരിക്കാൻ നിന്നാൽ നമ്മൾക്കുള്ള അല്ലാഹുവിന്റെ ഏക പ്രാർത്ഥന നിസ്കാരത്തില് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹ് ഈ ചൊവ്വായ മാർഗത്തിലൂടെ നീ ചലിപ്പിക്കണമേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ദുആ ചെയ്യാൻ നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചൊവ്വായ മാർഗം നമ്മൾ ഏതുവരെ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഹിദായത്തിന്റെ ഏത് ഉന്നതമായ മേഖലയിൽ എത്തിയാലും ശരി, നമ്മളെ കാഴ്ചപ്പാടിൽ ഞാൻ ശരിയായ കാന്താവിന്റെ ഉന്നതിയിൽ മനസ്സിലാക്കിയാലും അപ്പോഴും അയാൾക്ക് പറയാനുള്ളത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ഈ കാന്താവിലൂടെ സിറാത്തൽ മുസ്തഖീമിലൂടെ നീ ചലിപ്പിക്കണമേ എന്ന്. ഏതാണ് ഈ സിറാത്തൽ മുസ്തഖീം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. അള്ളാഹു അനുഗ്രഹം ചെയ്തതായ മഹാന്മാർ, ആ അനുഗ്രഹീതരായ ആളുകൾ ചലിച്ചതായ വഴിയേതോ ആ വഴിയിലൂടെ അള്ളാഹു നീ ചലിപ്പിക്കണമേ എന്ന് സിറാത്തുൽ മുസ്തഖീമിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നു. അപ്പോൾ അതിന് സിറാത്തുൽ മുസ്തഖീം ഒരാൾക്ക് ലഭ്യമാകുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഒന്നാമതായി അള്ളാഹു തആല അനുഗ്രഹം ചെയ്ത വിഭാഗക്കാരാണ് അവരെ കണ്ടെത്തുകയും അവർ ചലിക്കുന്ന വഴി ഏതാണ് അത് മനസ്സിലാക്കുകയും ചെയ്യാൻ അനിവാര്യമാണ്. അല്ലാഹു തആല അനുഗ്രഹം ചെയ്ത ആളുകളെ അല്ലാഹു തആല ഖുർആനിലൂടെ പരിചയപ്പെടുത്തി. അല്ലാഹു തആല അനുഗ്രഹം ചെയ്ത ആളുകൾ അംബിയാക്കളാണ്, സിദ്ദീഖീങ്ങളാണ്, ശുഹദാക്കളാണ്, സാലിഹീങ്ങളാണ്. ഇങ്ങനെ അംബിയാക്കൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ, ഈ അംബിയാക്കൾ ചലിച്ചതായ വഴിയാണ് എനിക്ക് വേണ്ടത് എന്നാണ് അള്ളാഹുവിനോട് പറയാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. സിദ്ദീഖീങ്ങൾ ചലിച്ചതായ വഴിയാണ് എനിക്ക് വേണ്ടത് എന്നാണ് അള്ളാഹുവിനോട് പറയാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ശുഹദാക്കൾ ചലിച്ചതായ വഴിയേതോ ആ വഴിയാണ് എനിക്ക് വേണ്ടത് എന്നാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത്. സാലിഹീങ്ങൾ ചലിക്കുന്നതായ വഴിയേതോ ആ വഴിയിലൂടെ എന്നെ ചലിപ്പിക്കണേ എന്നാണ് അള്ളാഹു നമ്മൾ പറയുന്നത്. ഇവിടെ അംബിയാക്കൾ ചലിച്ചതായ ഒരു വഴിയുണ്ട്, സിറാത്ത്. സിദ്ദീഖീങ്ങൾ ചലിച്ചതായ വഴിയുണ്ട്, ശുഹദാക്കൾ കഴിച്ചതായ വഴിയുണ്ട്, സാലിഹീങ്ങൾ കഴിച്ചതായ വഴിയുണ്ട്. ഈ മഹാന്മാർക്ക് അല്ലാഹു തആല ഇഷ്ടപ്പെട്ട ഈ അടിമകൾ അവർ ചലിച്ചതായ അവരുടെ വഴി, അവരുടെ മാർഗം, ആ തരീഖത്ത്, ആ തരീഖത്തിലൂടെ, ആ വഴിയിലൂടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വളരെ ഖേദകരമായ അവസ്ഥ, നാം അല്ലാഹു പറയുന്നതൊന്നും നമ്മൾ പ്രവർത്തിച്ച് കാണിക്കുന്നത് മറ്റൊന്നുമാണ്. ഒരേ സമയം രണ്ട് തോണിയിൽ കാലിയാണ് നമ്മുടെ ജീവിതമുള്ളത്. ഒരു ഭാഗത്ത് നമ്മൾ കൊതിച്ചുകൊണ്ടിരിക്കുന്നു അല്ലാഹു തആല അനുഗ്രഹം ചെയ്ത ഉന്നതരായ അല്ലാഹുവിനെ, അല്ലാഹു തആല ഇഷ്ടപ്പെട്ട അവന്റെ അനുഗ്രഹീതരായ ഈ അടിമകൾ, അവരുടെ എനിക്ക് വേണ്ടത് അല്ലാഹു നാം പറയുകയും മറുഭാഗത്ത് അല്ലാഹു കൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ ശത്രുക്കളാണോ അവരുടെ കാന്താവ് മറുഭാഗത്തെ പിൻപറ്റിക്കൊണ്ടോ അവരുടെ ശരീരങ്ങളോടെ ഉൾക്കൊണ്ടുകൊണ്ടോ രൂപത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടോ ജീവിതം നൽകിയ അവസ്ഥയാണ് നമ്മളിൽ കാണുന്നത്. ഒരു ഭാഗത്ത് അനുഗ്രഹിക്കുന്ന വഴി നമ്മൾ അന്വേഷിക്കുന്നു, മറുഭാഗത്ത് കോപമിറങ്ങിയ വേച്ചുപോയ ആളുകളെ വഴിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു. ഈ ഇരട്ട വഴി ഒഴിവാക്കിക്കൊണ്ട് ഏക വഴി തെരഞ്ഞെടുക്കുകയും ആ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞ സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അല്ലാഹു ഉദ്ദേശിച്ച അവൻ തൃപ്തിപ്പെടുന്ന വിഭാഗത്തിൽ എത്താൻ നാം സാധ്യമാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടതാണ്.